ഹലോ, തോട്ടക്കാരൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ബൊഗെയിൻവില്ല ചില്ലി വെറൈറ്റീസാണ്. അപ്പോൾ എല്ലാവരും ചില്ലി വെറൈറ്റീസിനെ കുറിച്ച് കേട്ട് കാണുമായിരിക്കും, എന്താണ് ഈ ചില്ലി വെറൈറ്റീസ് എന്ന്. ചില്ലി വെറൈറ്റീസ് ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങൾ വരും. ശിഖരങ്ങൾക്ക് തീരെ തണ്ടിന് കനം കുറവാണ്. അപ്പം അത് നേരെ മുകളിലോട്ട് പോവില്ല. നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ബൊഗെയിൻവില്ല ടൈപ്പാണ് ഈ പറയുന്ന ചില്ലി വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഈ കാണിക്കുന്നത് ചില്ലി യെല്ലോ ബൊഗെയിൻവില്ലയാണേ. അപ്പോൾ ഈ യെല്ലോ ബൊഗെയിൻവില്ലയെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തീരെ എന്ന് വെച്ചാൽ തണ്ടിന് ഒരു ഈർക്കിലിൻ്റെ കനമേ കാണൂ. ഇതിൻ്റെയൊക്കെ തണ്ടിന് തീരെ കനം കുറവാണേ. അപ്പം ഇത് നല്ലൊരു അത്യാവശ്യം 1 വർഷം 1.5 കൊല്ലം പഴക്കമുള്ളൊരു പ്ലാന്റാണ്. സാധാ ബൊഗെയിൻവില്ല കണക്ക് ഒരുപാട് തണ്ടിന് കട്ടിയില്ല, അതുകൊണ്ട് തന്നെ താഴേക്ക് വളരത്തേ ഉള്ളൂ. ഇതിനകത്തിരിക്കുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് യെല്ലോയും വൈറ്റും കാണും. ആദ്യം വൈറ്റ് ഫ്ലവേഴ്സ് ആവും, പിന്നെ അത് യെല്ലോ ഫ്ലവേഴ്സായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കടലാസ് ചെടിയുടെ അകത്തിരിക്കുന്ന പൂക്കളുടെ കാര്യമാണേ. ഒരുപാട് ബ്രാഞ്ചസ് വരുന്ന ആണ് ഈ ചില്ലി ബൊഗെയിൻവില്ല എന്ന് പറയുമ്പോൾ. ഒരുപാട് ബ്രാഞ്ചസിനകത്ത് എല്ലാ ബ്രാഞ്ചസിലും ഒരുപാട് നല്ല ബൊക്കെ കണക്കായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. ഒരുപാട് നല്ല കട്ടിക്ക് ഒരുപാട് ഫ്ലവേഴ്സും വരും. അപ്പം കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് അതിൻ്റെ ചില്ലി റെഡാണ് കേട്ടോ. ചില്ലി റെഡ് ബൊഗെയിൻവില്ലയാണ്. അപ്പം ആദ്യമേ കാണിച്ചത് ചില്ലി യെല്ലോയാണ്. ഈ റെഡും യെല്ലോയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ചില്ലി യെല്ലോയ്ക്ക് തീരെ കനം കുറവായിരിക്കും അതിൻ്റെ തണ്ടിന്. കുറച്ചും കൂടെ കനം കാണും ചില്ലി റെഡ് ടൈപ്പിന്. പിന്നെ ഇതിൻ്റെ സ്പൈക്സ് എന്ന് വെച്ചാൽ നല്ല വലിയ മുള്ളുകളായിരിക്കും. വലിയ മുള്ളുകളെന്ന് വെച്ചാൽ നമുക്ക് കയ്യിലധികം ഒരുപാടങ്ങ് നമുക്ക് കുത്തുന്ന ടൈപ്പുള്ള മുള്ളുകളായിരിക്കത്തില്ലേ ചില്ലിക്ക്. ചില്ലി യെല്ലോയ്ക്ക് മുള്ള് തീരെ കാണത്തില്ലെന്ന് പറഞ്ഞാൽ 1-2 കാണും, എന്നാലും ഒരുപാട് കുറവായിരിക്കും. ചില്ലി റെഡിനാണെങ്കിൽ വലിയ സ്പൈക്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്ക് കയ്യിലൊന്നും അധികം കൊണ്ട് കയറുന്ന ടൈപ്പ് മുള്ളുകളല്ല കേട്ടോ ഇതിനൊന്നും. അപ്പം വലിയ മുള്ളുകളായിരിക്കും. തണ്ടിന് കട്ടി കൂടുതലായിരിക്കും റെഡ് വെറൈറ്റിക്ക്. യെല്ലോ വെറൈറ്റിക്ക് തണ്ടിന് തീരെ കട്ടിയും കാണത്തില്ല. പക്ഷേ ഇതിൻ്റെ പൂക്കളാണ് ഈ ചില്ലി റെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മുളകിൻ്റെ കളറില്ലേ, നല്ല ശരിക്കുള്ള മുളകില്ലേ, നമ്മളെ ചുമന്ന മുളകിൻ്റെ കളറാണ് ഈ ചില്ലി റെഡ്. തുടക്കം ആ ഒരു കളറ് വരും, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ കളറ് കുറച്ച് മാറി ഒരു റെഡ് കളറിലോട്ട് വരുത്തതേ ഉള്ളൂ. ഈ കാണുന്ന ഒരു റെഡ് കളറിലോട്ട് വരും. പക്ഷേ തുടക്കം വരുന്ന ആ ഒരു റെഡ് കളറുണ്ടല്ലോ, നല്ല ചുമന്ന മുളകിൻ്റെ കളറായിരിക്കും. അതുകൊണ്ടാണ് ചില്ലി റെഡ് എന്ന് പറയുന്നത്. നല്ലൊരു കളറാണ് അത് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ചെറിയ മാറ്റങ്ങൾ ഇതിനകത്ത് വരും. ഇതിനകത്തെയും പൂക്കൾ, കടലാസിനകത്തിരിക്കുന്ന പൂക്കൾ വെള്ളയും മഞ്ഞയും തന്നെയാണ്. നമുക്ക് യെല്ലോ പറഞ്ഞത് കണക്ക് തന്നെ യെല്ലോ മഞ്ഞയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ബ്രാഞ്ചസ് വരുമ്പോൾ ഒരുപാട് പൂക്കളും വരും. അപ്പോൾ ഇത് കൊല പോലെ ഈ പൂക്കൾ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. നല്ല ബ്രാഞ്ചസ് വരും കേട്ടോ. അപ്പോൾ മുകളിലോട്ട് പോകുന്ന ഒരു ബൊഗെയിൻവില്ലയല്ല ഇതൊന്നും. നമുക്ക് ചെടിച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ശിഖരങ്ങൾ വന്ന് ഒരുപാട് പൂക്കളായിട്ട് എടുക്കും. നമ്മൾ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. എപ്പോഴും നമ്മൾ ഈ ബൊഗെയിൻവില്ല വളർത്തുമ്പോൾ ഏതെങ്കിലും പൊക്കത്തിൽ വെച്ചിട്ട് താഴോട്ട് വളർത്തുന്നതാണ് നല്ലത്. അപ്പോൾ 4 ചുറ്റിനും ശിഖരങ്ങൾ വന്ന് ഒരുപാട് പൂക്കളായിട്ട് കിടക്കും. നമ്മൾ തുടക്കക്കാർക്കൊക്കെ എപ്പോഴും വളർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ബൊഗെയിൻവില്ലയാണ് ഈ ചില്ലി വെറൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് യെല്ലോയും റെഡിൻ്റെയും തൈകളുണ്ട്. രണ്ടും കോംബോ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പം തുടക്കക്കാർക്കുമൊക്കെ നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയും കൂടിയാണ്, ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയും കൂടിയാണ് ഈ ഒരു ചില്ലി ബൊഗെയിൻവില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തൈകൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പിനകത്ത് തന്നിരിക്കുന്ന നമ്പറിലൊന്ന് നോക്കിയാൽ മതി. അതിനകത്ത് തന്നെ കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. DTDC കൊറിയറാണ് നമ്മൾ അയക്കുന്നത്. നമ്മൾ സ്പീഡ് പോസ്റ്റും ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം തൈകൾ ആവശ്യമുള്ളവർ നമ്മൾ ഈ വാട്സാപ്പിൽ ഒന്ന് ഹായ് അടിച്ചാൽ മതി. എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാറ്റലോഗിലുണ്ട്. ഇതാണ് തൈയുടെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചേക്കണേ.